ജൂൺ 29 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ പത്രോസ് പൗലോസ് ലേഖന്മാർ, വിശുദ്ധ മാർസലിനൂസ്, വിശുദ്ധ അനസ്താസിയൂസ്, വിശുദ്ധ ബെനഡിക്ത, വിശുദ്ധ കാസിയൂസ്. വിശുദ്ധ പത്രോസ് പൗലോസ് ലേഖന്മാർ. വിശുദ്ധ പത്രോസ് അന്ത്രയോസ് ലീഹായുടെ അനുജനും യോനായുടെ പുത്രനുമായ ശിമയോൻ ഗലീലയിൽ ബെത്സൈദായിൽ ജനിച്ചു. വിവാഹത്തിനു ശേഷം ശിമയോൻ കഫർനാമിലേക്ക് മാറി താമസിച്ചു. അന്ത്രയോസും ഒപ്പം സ്ഥലം മാറി. മീൻപിടുത്തത്തിൽ അവർ മുഴുകിയിരുന്നുവെങ്കിലും രക്ഷകന്റെ ആഗമനത്തെ അവർ തീക്ഷ്ണതയോടെ കാത്തിരിക്കുകയായിരുന്നു. സ്നാപകന്റെ പ്രസംഗം കേട്ടപ്പോൾ ഈ രണ്ട് സഹോദരന്മാരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി തീർന്നു. അദ്ദേഹം അവർക്ക് ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടിനെ കാണിച്ചു കൊടുത്തു. അന്ത്രയോസ് ശിമയോനെ ഈശോയുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഈശോ അരുൾ ചെയ്തു: നീ യോനായുടെ പുത്രനായ ശിമയോനാണല്ലോ. ഇനിമേൽ നീ കേപ്പ, അതായത് പത്രോസ് എന്ന് വിളിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 1:42. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് മനുഷ്യപുത്രൻ ആരാണെന്ന ചോദ്യത്തിന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ ഈ പേരുമാറ്റത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു വ്യക്തമാക്കി. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, നരകവാതിലുകൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:18-19. പുനരുത്ഥാനത്തിന് ശേഷം തിബേരിയൂസ് സമുദ്രതീരത്ത് വെച്ച് യേശു ഈ അധികാരമെല്ലാം പത്രോസിനെ ഏൽപ്പിച്ചു കൊടുത്തു. മറ്റു സ്ലീഹന്മാരെക്കാൾ കൂടുതലായി തന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ഈശോയുടെ ചോദ്യത്തിന് വിനയപൂർവ്വം അങ്ങേക്കറിയാമല്ലോ എന്ന് മാത്രം മറുപടി പറയുന്നു. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഭാഷയൊക്കെ പോയി. അപ്പസ്തോലന്മാരുടെ പേര് നൽകുമ്പോൾ പത്രോസിന്റെ പേര് പ്രഥമ സ്ഥാനത്താണ് എപ്പോഴും. താബോറിലേക്കും ഗെത്സമനിലേക്കും 3 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പത്രോസിനെ തിരഞ്ഞെടുത്തതും ദേവാലയ നികുതി തനിക്കും പത്രോസിനും വേണ്ടി കൊടുത്തതും പ്രത്യേക പരിഗണന തന്നെയാണ്. പന്തക്കുസ്ത കഴിഞ്ഞപ്പോൾ പത്രോസ് പ്രത്യേകം വിരാജിക്കുന്നു. യൂദാസിന് പകരം മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു. വിജാതീയനായ കോർണലിയൂസിന്റെ കുടുംബത്തെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. 7 കൊല്ലത്തോളം അന്ത്യോക്യയിൽ ചെലവഴിച്ച ശേഷം 25 വർഷം റോമയിൽ പേപ്പൽ സിംഹാസനം പത്രോസ് അലങ്കരിച്ചു. 67 ജൂൺ 29 നീറോ ചക്രവർത്തിയുടെ ആജ്ഞാപ്രകാരം പത്രോസിനെ വത്തിക്കാൻ കുന്നിൽ കുരിശിൽ തറച്ചു കൊന്നു. തൻ്റെ ഗുരുവിനോടൊപ്പമാകാതിരിക്കാൻ തന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കാൻ പത്രോസ് ആവശ്യപ്പെട്ടു. വിശുദ്ധ പൗലോസ് ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽ ഏഷ്യ മൈനറിൽ താർസൂസ് എന്ന നഗരത്തിൽ ജനിച്ചു. അന്ന് ആ നഗരം റോമാക്കാരുടെ കൈവശമായിരുന്നതിനാൽ പൗലോസ് റോമൻ പൗരത്വം അവകാശപ്പെട്ടിരുന്നു. ജെറുസലേമിൽ പ്രസിദ്ധനായ ഗമാലിയേലിൻ്റെ അടുക്കൽ പൗലോസ് നിയമവും സാഹിത്യവും അഭ്യസിച്ചു. പ്രഥമ രക്തസാക്ഷിയായ സ്റ്റീഫന്റെ നേർക്ക് കല്ലെറിഞ്ഞവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്നത് സാവൂളാണ്. അതായിരുന്നു ക്രിസ്ത്യാനിയാകുന്നതുവരെ പൗലോസിന്റെ പേര്. സാവൂളിന്റെ മാനസാന്തര ചരിത്രം അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ഗലാത്യർക്കുള്ള ലേഖനത്തിലും ചേർത്തിട്ടുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഭീഷണി മുഴക്കിയിരുന്ന സാവൂൾ മഹാപുരോഹിതനെ സമീപിച്ച് ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നതിന് ദമാസ്കസിലെ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടു. സാവൂൾ ദമാസ്കസിന് സമീപമെത്തിയപ്പോൾ ആകാശത്തു നിന്നൊരു പ്രകാശം വീശുകയും അദ്ദേഹം നിലത്ത് വീഴുകയും ചെയ്തു. ഈശോ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു: സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? നീ പീഡിപ്പിക്കുന്ന നസ്രത്തുകാരനായ ഈശോയാണ് ഞാൻ. അപ്പസ്തോല പ്രവർത്തനം 9:4-5. മർദ്ദകനായ സാവൂൾ പൗലോസായി മാറി. അനനിയാസിന്റെ പക്കൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം പൗലോസ് കുറേ ദിവസം ദമാസ്കസിൽ താമസിച്ചു. പിന്നീട് 1-2 വർഷം അറേബ്യയിൽ ധ്യാനത്തിൽ കഴിച്ചുകൂട്ടി. അനന്തരം പൗലോസ് ദമാസ്കസിലേക്ക് മടങ്ങുകയും അവിടെ ക്രിസ്തുവിന്റെ ദൈവത്വം പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം യഹൂദരുടെ വിദ്വേഷപാത്രമായി. തന്നിമിത്തം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ജെറുസലേമിൽ വന്ന് പത്രോസിനെ കണ്ട് ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിച്ചു. 15 ദിവസം പൗലോസ് ജെറുസലേമിൽ താമസിച്ചു.
വീണ്ടും അദ്ദേഹം താർസൂസിലേക്ക് മടങ്ങി സുവിശേഷ പ്രസംഗം തുടങ്ങി. ക്രിസ്തുവർഷം 45 മുതൽ 57 വരെയാണ് സ്ലീഹായുടെ 3 പ്രേക്ഷിത യാത്രകൾ. 57 കേസറിയയിൽ വെച്ച് അദ്ദേഹം ബന്ധനസ്ഥനായി. 2 കൊല്ലം അവിടെ കാരാഗൃഹത്തിൽ കിടന്ന ശേഷം റോമായിലെത്തി. അവിടെ വെച്ച് വീണ്ടും സ്ലീഹ ബന്ധിതനായി. 67 ആണ്ട് ജൂൺ 19 തീയതി റോമയിൽ വിയ ഓസ്തിയായിൽ വെച്ച് സ്ലീഹായുടെ തല വെട്ടിയെന്നും 3 പ്രാവശ്യം ആ ശിരസ് കുതിച്ചു ചാടിയെന്നും ശിരസ് പതിച്ച ഓരോ സ്ഥലത്തും ഓരോ ഉറവയുണ്ടായെന്നും പറയപ്പെടുന്നു. സ്ലീഹ 14 ലേഖനങ്ങൾ പല സഭകൾക്കും ആളുകൾക്കുമായി എഴുതിയിട്ടുണ്ട്. അവയിൽ സ്ലീഹായുടെ ആധ്യാത്മികതയും പാണ്ഡിത്യവും തെളിഞ്ഞു കാണാം. വിശുദ്ധ പത്രോസും പൗലോസും സഭയുടെ നെടുന്തൂണുകളായി കണക്കാക്കപ്പെടുന്നു. വിശുദ്ധ പത്രോസ് യേശുക്രിസ്തുവിൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു. വിശുദ്ധ പൗലോസ് യേശുവിനെ അനുഗമിച്ചില്ലെങ്കിലും പിന്നീട് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. സഭയുടെ നെടുന്തൂണുകൾ എന്നാണ് ഈ 2 വിശുദ്ധന്മാരും അറിയപ്പെട്ടിരുന്നത്. സഭയുടെ വളർച്ചയ്ക്കും വികാസത്തിനും നിർണായക പങ്ക് വഹിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെയും പ്രഘോഷണത്തിൻ്റെയും പ്രതീകങ്ങളായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രാർത്ഥന ഇവരുടെ തിരുനാൾ ദിവസം സഭ ഒന്നടങ്കം നടത്തുന്നു. ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മാതൃക പിന്തുടർന്ന് വിശ്വാസത്തിൽ കൂടുതൽ ദൃഢതയുള്ളവരായിരിക്കുവാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം.